ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭീഷ്മപ്രതിജ്ഞ. കുട്ടികളെ, നിങ്ങൾക്ക് സ്വാഗതം. ഗംഗാദേവി തൻ്റെ 8ാമത്തെ പുത്രനെയും കൊണ്ട് അപ്രത്യക്ഷയായ കാര്യം കഴിഞ്ഞ കഥയിൽ പറഞ്ഞായിരുന്നല്ലോ. 8ാമത്തെ ദ്യോവായ ആ കുട്ടി പിന്നീട് ദേവവ്രതൻ എന്ന പേരിൽ പ്രസിദ്ധനായി. ഗംഗാദേവിയുടെ പുത്രനായതുകൊണ്ട് ഗംഗാദത്തൻ എന്ന ഒരു പേരും അദ്ദേഹത്തിനുണ്ട്. ഗംഗാദേവിയുടെ വിയോഗത്തിൽ ശന്തനു രാജാവ് വളരെയേറെ ദുഃഖിച്ചു. 32 വർഷം വിവാഹം കഴിക്കാതെ അദ്ദേഹം ജീവിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് വനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഗംഗാതീരത്തെത്തിയപ്പോൾ ദിവ്യാസ്ത്രം തൊടുത്തു നിൽക്കുന്ന ഒരു കുമാരനെ കണ്ടു. അദ്ദേഹം അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. തൻ്റെ മകൻ തന്നെയാണോ ഈ മിടുക്കൻ എന്ന് ആലോചിച്ച് രാജാവ് ഗംഗാദേവിയെ ധ്യാനിച്ചപ്പോൾ ഗംഗ തൻ്റെ പുത്രനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടു. ഹേ രാജാവേ, എന്നിൽ ഭവാനുണ്ടായ 8ാമത്തെ പുത്രനാണിവൻ. ഇവൻ സകല ദിവ്യാസ്ത്രങ്ങളും പഠിച്ചിരിക്കുന്നു. ഇവനോട് തുല്യനായി ഈ ഭൂമിയിൽ ആരുമില്ല. ഇവൻ വേദങ്ങൾ വസിഷ്ഠനിൽ നിന്ന് പഠിച്ചു. അസ്ത്രവിദ്യയിൽ ഇന്ദ്രതുല്യനാണ്. അങ്ങ് ഇവനെ കൊണ്ടുപോയിക്കൊള്ളുക. അങ്ങനെ ശന്തനു സന്തോഷത്തോടുകൂടി ദേവവ്രതനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. ഹസ്തിനപുരത്തിലെത്തിയ രാജാവ് മകനെ യുവരാജാവായി വാഴിച്ചു. പുത്രനോടൊപ്പം രാജാവ് സന്തോഷത്തോടെ ജീവിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ശന്തനു യമുനാ തീരത്ത് സഞ്ചരിക്കുമ്പോൾ അസാമാന്യമായ ഒരു സുഗന്ധം കാറ്റിലൂടെ ഒഴുകിയെത്തി. ആ സുഗന്ധം എവിടെ നിന്നാണെന്നറിയാൻ ശന്തനു ചുറ്റി നടന്നു. അപ്പോൾ സുന്ദരിയായ ഒരു കന്യകയെ കണ്ടു. കുഞ്ഞുങ്ങളെ, ഭാഗവതത്തിലെ വ്യാസൻ്റെ കഥയിൽ പരാശരമുനിക്കും കാളിക്കും ഉണ്ടായ പുത്രനാണ് വ്യാസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ വേദവ്യാസനെ പ്രസവിച്ച കാളി എന്ന മുക്കുവ സ്ത്രീയായിരുന്നു. അവളോട് നീ ആരാണെന്ന് രാജാവ് ചോദിച്ചു. ഞാനൊരു മുക്കുവ സ്ത്രീയാണ്. വഞ്ചി കടത്തുകയാണ് എൻ്റെ ജോലി. ഈ നാട്ടിലെ മുക്കുവ തലവനാണ് തൻ്റെ അച്ഛനെന്നും അവൾ പറഞ്ഞു. അവളെ കണ്ടയുടൻ അവളിൽ അനുരക്തനായ ശന്തനു മുക്കുവ പ്രമാണിയുടെ വീട്ടിൽ ചെന്ന് മകളെ തനിക്ക് വിവാഹം കഴിച്ച് തരണമെന്ന് അഭ്യർത്ഥിച്ചു. എനിക്ക് ഒരു ശപഥം ചെയ്ത് തരണമെന്ന് മുക്കുവൻ പറഞ്ഞു. ഇവൾക്കുണ്ടാകുന്ന പുത്രനെ ഭവാൻ രാജാവായി വാഴിക്കണം. രാജ്യം മറ്റാർക്കും നൽകരുതെന്നും ശപഥം ചെയ്യണമെന്ന് പറഞ്ഞു. തൻ്റെ പ്രിയപുത്രനും യുവരാജവുമായ ദേവവ്രതനെ രാജാവാക്കാതെ മുക്കുവ സ്ത്രീയിലുണ്ടാകുന്ന മകന് രാജ്യം ഞാൻ എങ്ങനെ നൽകും? ശന്തനുവിന് സമ്മതമുണ്ടായില്ല. ശപഥം നൽകാതെ ശന്തനു തിരിച്ച് കൊട്ടാരത്തിലെത്തി. എന്നാൽ മുക്കുവ സ്ത്രീയെ മറക്കാൻ പറ്റാതെ വളരെ ദുഃഖിച്ച് കൊട്ടാരത്തിൽ കഴിഞ്ഞു. അച്ഛൻ്റെ വിഷമം കണ്ട ദേവവ്രതൻ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. ദേവവ്രതൻ അച്ഛൻ്റെ മന്ത്രിയെ കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അച്ഛൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ ദേവവ്രതൻ മുക്കുവ പ്രമാണിയുടെ കൊട്ടാരത്തിൽ ചെന്ന് മകളെ തൻ്റെ അച്ഛന് വിവാഹം കഴിച്ച് നൽകണമെന്ന് പറഞ്ഞു. തൻ്റെ ആവശ്യം മുക്കുവൻ ദേവവ്രതനോട് പറഞ്ഞു. തൻ്റെ മകൾക്കുണ്ടാകുന്ന കുട്ടിയെ രാജാവാക്കണമെന്ന് പറഞ്ഞു. അങ്ങയുടെ ഇഷ്ടപ്രകാരം ഈ കന്യകയിൽ ജനിക്കുന്ന കുട്ടിയെ രാജാവാക്കാമെന്ന് ദേവവ്രതൻ സത്യം ചെയ്തു. എന്നാൽ ഭവാനെക്കുറിച്ച് എനിക്ക് സംശയമില്ല. പക്ഷേ അങ്ങയുടെ സന്താനങ്ങൾ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് ചോദിച്ചു. മുക്കുവൻ്റെ ഇംഗിതം മനസ്സിലാക്കിയ ദേവവ്രതൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് താൻ ഒരു നിത്യബ്രഹ്മചാരിയായി ജീവിക്കുമെന്ന് ഘോര ശപഥം ചെയ്തു. അപ്പോൾ ആകാശത്തു നിന്ന് ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. ഇവൻ ഭീഷ്മൻ തന്നെയെന്ന് നാമകരണവും ചെയ്തു. അന്നു തൊട്ട് ദേവവ്രതൻ ഭീഷ്മരും കാളി സത്യവതി എന്ന പേരും സ്വീകരിക്കുകയും പ്രതിജ്ഞ ഭീഷ്മപ്രതിജ്ഞ എന്നറിയപ്പെടുകയും ചെയ്തു. മുക്കുവൻ സന്തോഷത്തോടെ മകളെ നൽകി. അവർ ഉടൻ തേരിൽ കയറി ഹസ്തിനപുരത്തിലെത്തി. അവരെ കണ്ട ശന്തനു സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. എന്നിട്ട് മകനെ, നീ ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാലത്തോളം മൃത്യു നിന്നെ ബാധിക്കുകയില്ല. നീ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരണം സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മകനെ രാജാവ് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ഭീഷ്മർക്ക് സ്വച്ഛന്ത മൃത്യു ലഭിച്ചത്. കുഞ്ഞുങ്ങളെ, സ്വച്ഛന്ത മൃത്യു എന്നാൽ അവനവൻ ആഗ്രഹിക്കുന്ന സമയത്ത് മരിക്കാമെന്നുള്ളതാണ്. കുട്ടികളെ, ഭീഷ്മർ എന്ന പേര് കിട്ടാനും ഭീഷ്മപ്രതിജ്ഞയും ഭീഷ്മർക്ക് സ്വച്ഛന്ത മൃത്യു ലഭിച്ചതിൻ്റെ കാരണവും മനസ്സിലായല്ലോ.
ഇനി നിർത്തട്ടെ, അടുത്ത കഥയുമായി വരാം. ഹരി ഓം തത്സത്.